ബന്നിർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി മഹേഷായിട്ട് സ്റ്റാൻഡിൽ ഇങ്ങനെ ടാക്സി സ്റ്റാൻഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മഹേഷും കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, സച്ചിയെ പോലൊരു ഫ്രണ്ടിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങളുടെ കാറ് പോകുമോ എന്ന് പേടിച്ച് ഞങ്ങൾ സച്ചിയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയായിരുന്നു. പക്ഷേ സച്ചി അങ്ങനെയല്ല, ഞങ്ങൾക്ക് വേണ്ടി അവൻ്റെ ജീവൻ ഇതുള്ളും സ്നേഹിച്ച കാറ് വരെ വിറ്റു. എന്നിട്ട് ഞങ്ങളുടെ പലിശയൊക്കെ അവൻ വീട്ടിൽ തന്നു. അത്രയ്ക്കും നല്ലൊരു സുഹൃത്തിനെ കിട്ടിയ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവനെപ്പോലൊരു സുഹൃത്ത് വേറെ ആർക്കും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഭാഗ്യം ാണെന്നൊക്കെയാണ് കൂട്ടുകാർ പറയുന്നത്. അതൊക്കെ കേട്ട് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, രേവതി ബാക്കി ആരവനെ കുറ്റപ്പെടുത്തിയാലും അവനിപ്പോൾ ഒറ്റപ്പെടുന്നുള്ളൊരു വിചാരമുണ്ട്. ഒറ്റപ്പെട്ടാണ് താൻ ജീവിക്കുന്നതെന്നുള്ളൊരു തോന്നലാണ് സച്ചിയുടെ മനസ്സിൽ. അവനെ ഒറ്റപ്പെടുത്തരുത് രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനെ ഒറ്റപ്പെടുത്താനോ? സച്ചിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുത്തില്ല, എൻ്റെ ജീവനാണ്. ശരത്തിൻ്റെ കാര്യത്തിൽ സച്ചിയേട്ടൻ എടുത്തു ചാടി എന്തോ ചെയ്തു, അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിലൊരു പിണക്കമുണ്ട്. പക്ഷെ അത് ദേഷ്യമൊന്നും അല്ല എന്ന് പറഞ്ഞ് രേവതി പറയുവാണ്. എന്നിട്ട് രേവതി പറയും, ആൻ്റണിയെ പോലുള്ളൊരു ഫ്രോഡ് എൻ്റെ സച്ചേട്ടനോട് കാലി വീഴാൻ പറഞ്ഞു. എൻ്റെ ദേഷ്യം മുഴുവൻ ഇപ്പോൾ അവനോടാണ്, ഞാൻ അവനെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നും പോകുവാണ് നേരെ ആൻ്റണിയുടെ ഓഫീസിലോട്ട്. എന്നിട്ട് ഓഫീസിൽ കയറി ചെന്നതും രേവതി എടാ ആൻ്റണി എന്ന് വിളിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഇതാര് രേവതി ചേച്ചിയോ വാ എന്ന് പറയുമ്പോഴേക്കും രേവതി അകത്തോട്ട് നല്ല ദേഷ്യത്തിൽ കയറിപ്പോവാണ്. എന്നിട്ട് പറയും, മാട് പോലെ വളർന്ന നിനക്ക് ഞാൻ ചേച്ചിയോ? എന്താടാ നീ എന്നെ പറ്റി വിചാരിച്ചതെന്നൊക്കെ പറയുമ്പോൾ, പണ്ട് പോക്കറ്റ് അടിച്ച് നടന്നിരുന്ന പയ്യനല്ലേ നീ? അവനാണിപ്പോൾ ഇങ്ങനെ, നീ കാരണമാണ് എൻ്റെ അനിയൻ ഇപ്പോൾ ഈ ഗതിയിലായത്. അവന് നിന്റെ കൂടെ കൂടിയ പിന്നെ അവനും ഇങ്ങനെ ആയി എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഞാനിപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, നല്ല ജോലിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി സമ്മതിക്കുന്നില്ല. രേവതി പറയുന്നുണ്ട്, ചീത്ത പറയുവാണ്. പിന്നെ നല്ല പണ്ട് ചെറിയ ചെറിയ മോഷണം നടത്തിയിരുന്ന നീ ഇപ്പൊ ഇതിന്റെ ഇങ്ങനെ ഒരു പേരിൽ പറ്റിക്കുന്നു ആളുകളെ എന്നൊക്കെ പറഞ്ഞ് രേവതി ചീത്ത പറയുവാണ്. നിന്നെപ്പോലൊരു ഫ്രോഡിന്റെ കാലേ വീഴാൻ നീ സച്ചിയേട്ടനോട് പറഞ്ഞല്ലേടാ, നീ ആരാന്നാടാ നിന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് രേവതി ചീത്ത പറയുവാണ് ആന്റണിയെ. സച്ചേട്ടൻ്റെ കാലിലെ നഖത്തിൻ്റെ വില പോലും ഇല്ലല്ലോടാ നിനക്ക്. നീയാണോ സച്ചേട്ടനോട് കാലി വീണ് അപേക്ഷിക്കാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര ചീത്ത പറച്ചിലാണ് ആൻ്റണിയെ. ആൻ്റണി ഇതൊക്കെ കേട്ടിട്ട് അപ്പോഴും പറഞ്ഞത് ഞാനൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോഴും രേവതി സമ്മതിച്ചു കൊടുക്കുന്നില്ല. നീ എൻ്റെ അനിയനെ ചീത്താക്കുവാണ്, നീ എന്തിനാണ് അനിയനെ കൂട്ടിൽ നിന്റെ കൂടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ പഠിക്കുന്ന പയ്യനാ, അവനൊരു ഭാവിയുണ്ട്, മേലതിനെ അവൻ്റെ കൂടെ കൂടരുതെന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് നല്ലതായിരിക്കും, പക്ഷെ അവൻ ഭയങ്കര കള്ളുകുടിയനാണ്, കള്ളു കുടിച്ച് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ആൻ്റണി പറയുന്നത്. അപ്പോൾ രേവതി ചീത്ത പറയുന്നുണ്ട്, ശരത്തിൻ്റെ പേരിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചപ്പോൾ നീ ഓർത്തു കാണും ഞാനും സച്ചേട്ടനും വഴക്കാണ്, ആരും ചോദിക്കാൻ പറയാൻ വരില്ലെന്ന് ഓർത്തു നീ? ഞാൻ വരുവടാ, എൻ്റെ സച്ചേട്ടന് വേണ്ടി ഞാൻ വരുവടാന്നൊക്കെ ഓർത്ത് പറഞ്ഞ് രേവതി ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് രേവതി പറയും, ഇപ്പോൾ എന്താണ് ഇനി നീ എൻ്റെ സച്ചേട്ടൻ്റെ വഴിക്ക് വന്നാൽ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഞാൻ ചെരിപ്പൊരു നിൻ്റെ മുഖത്തടിക്കും എന്നാണ് രേവതി ആൻ്റണിയോട് പറയുന്നത്. ആൻ്റണി ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടുന്നില്ല. അവിടെ കൂടെ നിൽക്കുന്ന ആൻ്റണിയുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ചീത്ത പറയുന്നുണ്ട് രേവതി. അപ്പോൾ ആൻ്റണി പറയും, എടാ മിണ്ടല്ലേടാ, ഇത് നമ്മുടെ ശരത്തിൻ്റെ പെങ്ങളാ, ഇവളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ അടക്കി നിർത്തും. അത് കഴിഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, കൂട്ടുകാരൊക്കെ ചോദിക്കും ആൻ്റണിയോട്, എന്താ ആൻ്റണി ചേട്ടാ ചേട്ടൻ്റെ നേരെ ഒരാളെ വിരൽ ചൂണ്ടി സംസാരിച്ച് അയാളുടെ വിരലൊടിക്കുന്ന സ്വഭാവമല്ലേ, ഇത് പുറത്തിറങ്ങുന്ന ആൻ്റണി ചേട്ടൻ്റെ നാണക്കേടല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി പറയും, നിങ്ങളായിട്ട് ഇത് ആരോടും പറയാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ അവർ പറയും, ശരത്തിനോട് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയും, ശരത്ത് പറയരുത്, ശരത്തിൻ്റെ പെങ്ങളാ അവൾ, എന്തൊക്കെ വന്നാലും ശരത്ത് അവളുടെ കൂടെ നിൽക്കത്തുള്ളൂ, അതുകൊണ്ട് അവനും അറിയരുത്. ഭർത്താവിന് വേണ്ടി ഇത്ര സംസാരിച്ച് പോയവളല്ലേ അവൾ, അവൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും. ഇനി എൻ്റെ കയ്യിൽ അവരുടെ ശരത്തിനെ വെച്ച് ഞാനൊരു കളി കളിക്കും എന്നൊക്കെയാണ് ആൻ്റണി പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി പറയുവാണ്, നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ കാനഡക്കടുത്താണ്, ഞാൻ ജോലിക്ക് അവിടെ കാനഡയിൽ പോയി കഴിയുമ്പോഴേക്കും നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ പോവാം, അവിടെ എന്നിട്ട് ജോലിയൊക്കെ കിട്ടി കുറേ കാശൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ വെക്കാം എന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയുടെ പോക്കറ്റിൽ എത്ര കാശുണ്ടെന്ന് ആദ്യം പറയാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഒന്നുമില്ല. പിന്നെ ഈ പോകാൻ വേണ്ടിയുള്ള കാശ് എങ്ങനെ ഒപ്പിക്കുമെന്നാണ് ശ്രുതിയുടെ വിചാരം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിന്റെ അച്ഛനോട് ചോദിക്കാമല്ലോ, അച്ഛനോട് അച്ഛൻ പൈസ അയച്ച് തരില്ലെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. അപ്പോൾ കോളിംഗ് ബെൽ അടിക്കും കേട്ടോ. അപ്പോൾ ശ്രുതി പോയാണ് നോക്കുന്നത്. ആരാന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ പൈസ മേടിച്ച ആ ചേട്ടനാണ്ടോ പൈസ ശ്രുതിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. എന്നിട്ട് ആ ചേട്ടൻ പറയും, വാ ശ്രുതി നമുക്ക് അകത്തേറി സംസാരിക്കാന്ന് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് പറയും, നിന്നെ അന്വേഷിച്ച് ഞാൻ നിന്നെ വർക്ക് ചെയ്ത ഹോട്ടലിലൊക്കെ പോയിരുന്നു, അപ്പോഴാണ് അറിഞ്ഞത് നിന്റെ ജോലി അവിടത്തെ പോയി എന്നൊക്കെ അവർ പറഞ്ഞു എന്ന് പറയും. ഏറ്റവും കൂടുതൽ ജോലി സ്ഥലത്ത് നിന്ന് പിരിച്ചുവിട്ട ആളെന്നുള്ള ഗിന്നസ് റെക്കോർഡ്
കൂടെ നിനക്ക് കിട്ടുമല്ലോടോ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് അയാൾ ശ്രുതിയെ പുച്ഛിക്കുവാണ്. അപ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് കടന്നു വരും കേട്ടോ. ശ്രുതി നോക്കുമ്പോൾ പരിചയമുള്ള ഒരാളെ പോലെ തോന്നും. ശ്രുതി വന്നിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതി പൊക്കോ, ഞാൻ സംസാരിച്ചോളാം, എനിക്ക് പരിചയമുള്ള ആളാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് നടന്നു വരും. അപ്പോൾ ആ ചേട്ടൻ പറയും, എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ശ്രുതി പറയും, ആ എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്, ആ നമ്മ പാർക്ക് മേറ്റ്സ് ആയിരുന്നു, കണ്ടിട്ടുണ്ടാവുമല്ലോ, ശ്രുതിയുടെ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 25,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെ അവൻ തിരിച്ചു തന്നിട്ടില്ല, അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ മാന്യമായിട്ട് പൈസ എടുക്കുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു തരണ്ടേ സിസ്റ്ററിന് നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് സിസ്റ്ററിനെ കണ്ടിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പറ്റി കുറേ കാര്യങ്ങൾ അയാൾ ശ്രുതിയോട് പറയുവാണ്. ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി എല്ലാം മിണ്ടാണ്ടിരുന്ന് കേൾക്കുവാണ്. എന്നിട്ട് അയാളുടെ ഒരു കാർഡ് ശ്രുതിക്ക് കൊടുക്കും. എന്നിട്ട് പറയും, പൈസ റെഡിയായി കഴിഞ്ഞാൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ വന്ന് മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടൻ പോകുവാണ്. ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വന്ന് ശ്രുതിയുടെ കഴുത്തിനൊക്കെ പിടിക്കുവാണ്. ശ്രുതി എന്താ പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അതെനിക്ക് പരിചയമുള്ള ചേട്ടനാണ്, അതാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചെന്നൊക്കെ പറയുമ്പോൾ, സോഫ്റ്റോ, ആ ചേട്ടൻ എന്ത് ഹാർഡായിട്ടാണ് സംസാരിച്ചത്, ശ്രുതി പൊട്ടൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേർക്ക് ഞാനിനി പൈസ കൊടുക്കും, എന്തോരം പേർക്ക് ഞാനിനി എല്ലായിടത്തും ഇങ്ങനെ പൈസ മേടിച്ച് ഇങ്ങനെ നടന്നോന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിന് എത്ര പേർക്ക് പൈസ കൊടുക്കാറുണ്ട്, നീ വേറെ ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ശ്രുതി ഇനി എന്നോട് മിണ്ടി പോകരുതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുവാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും.